ഒരു വില്ല പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ 10-20 വീടുകൾ അങ്ങനെ വരുന്ന സ്ഥലത്തിനാണ് ഇതിന് ബെനിഫിറ്റ് കൂടുതൽ വരിക. ഈ ബിൽഡിങ്ങിൻ്റെ നമ്പർ 1 പ്രത്യേകത എന്ന് പറയുന്നത് എർത്ത് റെസിസ്റ്റൻ്റ് ആണ് ഇങ്ങനെ ചെയ്യുന്ന ബിൽഡിങ്സ് വരുന്നത്. കാരണം വെച്ചാൽ പാനൽസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് വെൽഡ് ചെയ്താണ് ജോയിൻ ചെയ്യാം. അതിനുശേഷം ജോയിൻസ് ഫില്ല് ചെയ്യും. ഈ പാനൽസ് ജോയിൻ ചെയ്യുന്ന മെത്തേഡാണ് നമുക്ക് ഈ കൺസ്ട്രക്ഷനെ കൂടുതൽ സ്ട്രെങ്ത്തും ഫാസ്റ്റും ആക്കുന്നത്. അത് കോൺക്രീറ്റിൻ്റെ ടൈം അത് വെൽഡിങ് കൂടിയാണ് നമ്മൾ ഫാസ്റ്റ് ആക്കുന്നത്. അപ്പോൾ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തും വെൽഡിങ്ങിൻ്റെ ഫാസ്റ്റും ഇത് രണ്ടും കൂടി മിക്സ് ആകുമ്പോഴാണ് ഈ കൺസ്ട്രക്ഷൻ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റുക. ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നത്. പ്രീ ഫാബ്രിക്കേറ്റ് പറയുമ്പോൾ നമ്മുടെ ക്വാളിറ്റി നമുക്ക് ആദ്യം അറിയാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് കോൺക്രീറ്റ് ചെയ്യുന്ന പാനൽസ് പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് ബെഡിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യും. ആ പാനൽസ് ചിലപ്പോൾ 3 ടൺ ഉണ്ടാവും, 5 ടൺ ഉണ്ടാവും, 8 ടൺ ഉണ്ടാവും. എത്രയായിരുന്നാലും പിറ്റേ ദിവസം